സ്റ്റുഡൻസ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാ ടോപ്പിക്ക്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ലെ. നമുക്ക് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഇതുവരെയുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് വയ്ക്കുന്നെങ്കിൽ അതിന് സിമെന്റ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ രാവിലെ ചായ ഇടുന്നത്, ഇതെല്ലാം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് റേഷ്യോ എന്താണെന്ന് ഒന്ന് അറിഞ്ഞാലോ? ഇപ്പോ ഞാൻ മിൽക്കും വാട്ടറും എടുക്കുവാണ്. മിൽക്ക്, വാട്ടർ. ഓക്കെ, അപ്പൊ ഞാന് 2 ഗ്ലാസ് പാലിന് എന്താണ് 1 ഗ്ലാസ് വെള്ളം വെച്ചു. ഓക്കെ, ഇനി ഞാൻ 4 ഗ്ലാസ് പാലാണ് വയ്ക്കുകയാണെങ്കിലോ 2 ഗ്ലാസ് വെള്ളം വെച്ചു. ഓക്കെ, ഇനി 6 ഗ്ലാസ് പാലാണെങ്കിൽ എന്ത് ചെയ്തു? ഞാൻ 3 ഗ്ലാസ് വെള്ളം വെച്ചു. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ എത്രയാണോ ഒരു സൈഡിൽ കൂട്ടുക അതിനൊത്ത് മറ്റേ സൈഡിലും കൂട്ടിക്കൊണ്ട് വരിക. അതായത് 2 ക്വാണ്ടിറ്റിയെ സിമ്പിൾ ആയിട്ടുള്ള വേയിൽ ചെയ്യുന്ന കമ്പാരിസൺ ആണ് എന്തെന്ന് പറഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഇപ്പൊ 6 and 3 അല്ലെ, 6:3. ഇതിനൊന്ന് വെട്ടി നോക്കിയേ 1, 2 അല്ലെ. ഇവിടെയും 4:2. 2 വെട്ടി നോക്കിയേ 1 and 2. അതായത് എല്ലാത്തിന്റെയും ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസിക് റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 ക്വാണ്ടിറ്റീസിനെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എക്സാമിന് 2 റേഷ്യോസ് തന്നിട്ട് അത് ഒരുമിച്ച് ചെയ്ത്, അതായത് ഒരുമിച്ച് ടാലി ചെയ്ത് എഴുതിയിട്ട് ഉള്ള കണക്ക് ചോദിക്കും. 3 റേഷ്യോസ് തന്നിട്ട് അതിനെ ഒരുമിച്ച് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ നമുക്ക് ചോദിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ A:B എന്ന് പറയുന്ന വാല്യൂ 3:2 ആണ്. അതുപോലെ B:C എന്ന് പറയുന്നത് എത്രയാണ്? 4:6 ആണ് എന്ന് വയ്ക്കാം. ഓക്കെ, 4:6 ആണ്. എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് A:B:C എന്ന് എത്രയെന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം A:B എടുത്ത് ഞാൻ എഴുതണം 3:2. ദെൻ B:C എടുത്ത് എഴുതണം 4:6. ഓക്കെ, ഇനി ഇതില് A:B:C എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ഈ സൈഡിലുള്ളത് അല്ലെ, എയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. 3 × 4 12. അടുത്തെന്താ? ബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ 2 × 4 എത്ര? 8. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇങ്ങനെ. ഓക്കെ, 2 × 6 12. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കൂടെ? ഒരു 4 കൊണ്ട് ഇത് കോമൺ ആയിട്ട് പോകും അല്ലെ. അപ്പൊ 4 കൊണ്ട് വെട്ടി നോക്കിയേ. 4 കൊണ്ട് 3 ടൈംസ്, 4 കൊണ്ട് 2 ടൈംസ്, 4 കൊണ്ട് 3 ടൈംസ്. ഓക്കെ, മനസ്സിലായോ? ഇതിങ്ങനെ നമുക്ക് ടാലി ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിനി ഒരു 3 വാല്യൂസ് വെച്ചിട്ട് നോക്കിയാലോ? ഓക്കെ, 3 വാല്യൂസ്, അതായത് A:B എന്ന് പറയുന്നത് എൻ്റെ ഒരു 3:2 ആണ്. B:C എന്ന് പറയുന്നത് 1:2 ആണ്. ദെൻ C:D എന്ന് പറയുന്നത് 3:1 ആണ്. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് A:B:C:D ആണ്. ഓക്കെ, ദെൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? 3:2. ദെൻ അതിന്റെ തൊട്ട് താഴെയായിട്ട് 1:2. C:D എന്താ? 3:1. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ടാലി ചെയ്ത് എഴുതാമല്ലോ. എങ്ങനെയാ? ആദ്യത്തത് എയുടെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, 3 × 1 1, 3 × 1 3 × 3, അപ്പൊ 9. ഓക്കെ, ദെൻ ബിയുടെ വാല്യൂ 2 × 1 × 3 6. നെക്സ്റ്റ് സിയുടെ വാല്യൂ 2 × 2 4 4 × 3 എത്ര വരും? 4 × 3 12. ദെൻ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഡിയുടെ വാല്യൂ 2 × 2 × 1 4. ഓക്കെ, ആയില്ലേ?
ഇങ്ങനെയാണ് ടാലി ചെയ്തത്. നമുക്ക് മാക്സിമം എക്സാമിന് ഈ ഒരു 3 റേഷ്യോസ് തന്നിട്ട് അത് ടാലി ചെയ്ത് എഴുതാനേ ചോദിക്കാറുള്ളൂ. ഇനി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അറിയേണ്ട 3 കാര്യങ്ങളാണ്. 1 മീൻ പ്രൊപ്പോർഷൻ, 2 തേർഡ് പ്രൊപ്പോർഷൻ, 3 ഫോർത്ത് പ്രൊപ്പോർഷൻ. 3 ഫോർമുലകളുണ്ട്. അത് അതുപോലെ അങ്ങ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം നമുക്ക് പറയാം മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയാം. മീൻ പ്രൊപ്പോർഷനെ നമ്മൾ ബി എന്നാണ് പറയുക. ബി ഈക്വൽ ടു റൂട്ട് എ സി. ഓക്കെ, മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ബി ഈക്വൽ ടു റൂട്ട് എ സി. ഇതാണ് ഫോർമുല. ദെൻ തേർഡ് പ്രൊപ്പോർഷൻ 3 ആണ്. അതായത് ഇങ്ങനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. എ ഈസ് ടു ബി, ബി ഈസ് ടു സി. ഇങ്ങനെ തന്നിരിക്കുന്ന റേഷ്യോസിന്റെ മീൻ പ്രൊപ്പോർഷൻ എന്താ, തേർഡ് പ്രൊപ്പോർഷൻ എന്താന്ന് ചോദിക്കാം. അപ്പം സി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് വരും? നമ്മൾ ഈ മുകളിലത്തെ ഇക്വേഷന് ബി ഈക്വൽ ടു റൂട്ട് എ സിയെ ഒന്ന് സ്ക്വയർ ചെയ്താൽ പോരെ? സ്ക്വയർ ചെയ്തേ. അപ്പോ ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു സി അല്ലെ? എ ഇൻറ്റു സി. ഇനി എന്ത് ചെയ്യുക? സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ താഴോട്ട് വരും അല്ലെ? അപ്പൊ സി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ. അത് തന്നെയാണ് സി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ. ഓക്കെ, ഇനി ഫോർത്ത് പ്രൊപ്പോർഷൻ, അതിനെ ഡി എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അതായത് ബി ഇൻറ്റു 3 വാല്യൂസ് തന്നിരിക്കും. അതിലെ ബി ഇൻറ്റു സി ബൈ എ. ഇതാണ് തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുക. അതായത് എ ബി, എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി. അതായത് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷൻ പറയുന്നത് എന്റെയും ഡിയുടെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും ബിയുടെയും സിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഡി ഈസ് ഈക്വൽ ടു ബി സി. അതിൽ നിന്ന് ഡി എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാമല്ലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 3 and 27? ഓക്കെ, നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ എന്താ പറയണത്? ബി ഈക്വൽ ടു റൂട്ട് എ സി അല്ലേ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഇത് എയും ഇത് സിയും ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 27 ഇൻറ്റു 3 അല്ലെങ്കിൽ റൂട്ട് ഓഫ് 81. ഓക്കെ, അതായത് റൂട്ട് വേണ്ട, 81ന്റെ റൂട്ട് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഒരു ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷൻ ആണ്. എന്താ ഫോർത്ത് പ്രൊപ്പോർഷന്റെ ഫോർമുല എന്ന് പറയുന്നത്? ഡി ഈക്വൽ ടു ബി സി ബൈ എ. ഓക്കെ, ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ബൈ എ എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഇനി നമുക്ക് എഴുതാലോ. ബി 192. സി എന്ന് പറയുന്നത് ഈ വാല്യൂ 6ന്റെ ക്യൂബ് ആണ്. അപ്പൊ എനിക്ക് അതുപോലെ എഴുതാലോ. 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ എ. ഇതെന്താ? 12ന്റെ സ്ക്വയർ ആണ്. 12 ഇൻറ്റു 12 എന്ന് എഴുതുന്നു. എന്തിനാ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇപ്പൊ 6 കൊണ്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്തു. എത്ര വന്നു? 2 വന്നു അല്ലെ? വീണ്ടും ഞാൻ 6 കൊണ്ട് കട്ട് ചെയ്യുകയാണ്. 2 വന്നു. ദെൻ എന്ത് ചെയ്തു? ഞാൻ 6 ഉണ്ട്, താഴെ 2 ഉണ്ട്. അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് കളയാം. 3. ഓക്കെ, ദെൻ 192 by 2 എത്ര വരും? നമുക്ക് ഹാഫ് എടുത്തൂടെ? ഹാഫ് എടുക്കുന്ന സമയത്ത് 9 into 2 18 വരും. ബാലൻസ് എത്ര? 1 റിമൈൻഡർ, ദെൻ 2 താഴെ ഇറക്കും. അപ്പൊ 6. ഓക്കെ, 6 ഇൻറ്റു 1 നോട്ട് നോക്കിയാലും മതി. 96 ഇൻറ്റു 3 അല്ലെ? 6 ഇൻറ്റു 3 എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ 1 ഡിജിറ്റ് 8 വരും. അപ്പൊ ഓപ്ഷനിൽ ഒരു സംഖ്യയ്ക്ക് മാത്രമേ 1 ഡിജിറ്റ് 8 ആയിട്ടേ ഉള്ളൂ. അത് ബി ആണ്. ഓക്കെ, ഫുള്ള് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ചെയ്യാം. കാൽക്കുലേഷൻ നമുക്കൊരു കുറച്ച് സമയം ഇങ്ങനെ ചെയ്താണ് നമ്മൾ സ്പീഡ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് അറിയേണ്ടത്? നമ്മുടെ ഈ ഒരു എന്താണ് തേർഡ് പ്രൊപ്പോർഷന്റെ ഒരു ഫോർമുല ആണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാലോ. ഓക്കെ, there are 3 points P, Q and R on a straight line such that PQ is to QR equal to 3:5 if n is the number of possible values of PQ, PR, then what is
വാട്ട് ഈസ് n ഈക്വൽ ടു. അതായത് ഒരു സ്ട്രേറ്റ് ലൈനിലെ പോയിന്റുകളാണ് PQR, ഫിക്സഡ് പോയിന്റ്സ് ആണെന്ന് പറയുന്നില്ല, ജസ്റ്റ് പോയിന്റുകളാണ് PQR എന്ന് പറയുന്നുണ്ട്. അതിൽ PQ/QR 3:5 ആണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ PQ/PR എത്ര വാല്യൂസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ആ സ്ട്രേറ്റ് ലൈൻ ഒന്ന് വരച്ചു നോക്കാലോ. അപ്പൊ ഞാൻ ആദ്യത്തെ എന്റെ സ്ട്രേറ്റ് ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് P, ഇത് Q, ഇത് R. PQ എത്രയാണ്? 3 ആണ്. QR എത്രയാണ്? 5 ആണ്. നമുക്ക് എന്താ കണ്ടത്? PQ/PR അല്ലെ? PQ എത്രയാണ്? 3. PR എത്രയാണ്? PR എന്ന് പറയുമ്പോൾ ഇത് ടോട്ടലാ വരും. അപ്പൊ എത്ര? 5 + 3 8. ഒരു വാല്യൂ ഇങ്ങനെ ചെയ്യാം അല്ലെ? ഇനി നമുക്ക് മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് ഒന്നും ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് പോയിന്റ്സ് മാറ്റി നോക്കാം അല്ലെ? അപ്പൊ ഞാൻ ഇങ്ങനെ മാറ്റി നോക്കുകയാണ്. എന്റെ സ്ട്രേറ്റ് ലൈന് QR ആയിട്ട് എടുക്കുകയാണ്. അതിലൊരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PQ എത്ര വരും? 3. QR എത്ര വരും? ഇത്രയും 5 ആണ് അല്ലെ? അപ്പൊ ഈ ഭാഗം 3 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി നോക്ക്, PQ എത്ര വരും? 3. PR എത്ര വരും? 2. ഓക്കെ, അപ്പൊ എത്ര വാല്യൂസ് ആണ് ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള? 2 വാല്യൂസ് ആണ്. നമുക്ക് ഒന്നാമത്തെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. രണ്ടാമത്തെ വാല്യൂ കിട്ടാനാണ് നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ വിട്ടുപോകുന്നതെന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക, ഫിക്സഡ് പോയിന്റ് എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഇഷ്ടത്തിന് പോയിന്റ്സിനെ മാറ്റാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, എ ലിഫ്റ്റ് ഹാസ് ദ കപ്പാസിറ്റി ഓഫ് 18 adults or 30 children. How many children can board the lift with 12 adults? ഓക്കെ, അതായത് ഒരു ലിഫ്റ്റില് 18 അഡൾട്ട് അല്ലെങ്കിൽ 30 ചിൽഡ്രൺ എന്ന് പറയുന്നത്. അതായത് 18 അഡൾട്ടിന്റെ വെയിറ്റ് ഈക്വൽ ടു 30 ചിൽഡ്രന്റെ വെയിറ്റ് അല്ലെ? ഇനി ചോദ്യം എന്താ പറഞ്ഞേ? ഇപ്പോ 12 അഡൾട്ട് ആ ലിഫ്റ്റിൽ ഉണ്ടെങ്കിൽ എത്ര കുട്ടികളെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവരുടെ വെയിറ്റ് ഈക്വൽ ആയിട്ട് എടുക്കുകയെന്ന്. ഞാൻ ഇവിടെ അഡൾട്ടിന്റെ വെയിറ്റിനെ ഞാൻ X എന്നും ചിൽഡ്രന്റെ വെയിറ്റിനെ ഞാൻ Y എന്നും കൊടുക്കുകയാണ്. ഓക്കെ, അഡൾട്ടിന്റെ വെയിറ്റിനെ X എന്നും ചിൽഡ്രന്റെ വെയിറ്റിനെ Y എന്നും കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് എഴുതിക്കൂടെ ഇവരുടെ വെയിറ്റ് ഈക്വൽ ആയിട്ട് 18x ഈസ് ഈക്വൽ ടു 30y എന്ന്? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാലോ. 3 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 അല്ലെ? അപ്പൊ x/y എന്ന് പറയുന്നത് എത്രയാണ്? 5/3 ആണ്. ഓക്കെ, x/y എന്ന് പറയുന്നത് 5/3 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിച്ചിട്ടെ. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര പറയാം? ടോട്ടൽ വെയിറ്റ്. ഓക്കെ, അപ്പം ഞാനിപ്പോ ആദ്യത്തെ നമ്മുടെ അഡൾട്ടിന്റെ കേസ് എടുക്കുകയാണ്. 18 × 5. ഓക്കെ, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ് ഒന്ന്. സോ 18 × 5 ഈക്വൽ ടു 90. ഓക്കെ, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്താ? ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാം 12 അഡൾട്ട് ആണ് ഉള്ളത്. അപ്പൊ 12 × 5, അഡൾട്ടിന് 5 അല്ലേ കറസ്പോണ്ടിങ് വെയിറ്റ് ആയിട്ട് എടുത്തത്. അപ്പൊ 60. ബാലൻസ് എത്രയാണ് ആ ലിഫ്റ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ്? ഇനി ഒരു 30 വെയിറ്റും കൂടെ നമ്മുടെ ലിഫ്റ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ 30 വെയിറ്റ് എത്ര കുട്ടികൾ വന്നാൽ കംപ്ലീറ്റ് ആവും? അപ്പൊ കുട്ടികളുടെ വെയിറ്റ് എത്രയാ? കറസ്പോണ്ടിങ് വെയിറ്റ്, കുട്ടികളുടെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ 30നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 കുട്ടികളെയും കൂടെ ആ ലിഫ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, 10 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എന്താ ചെയ്തത്? ഞാൻ ഇവരുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 18 അഡൾട്ട് ഓർ 30 ചിൽഡ്രൻ. ഒന്നീ 18 അഡൾട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ 30 കുട്ടികളായിരിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഇവരുടെ വെയിറ്റിനെ ഈക്വൽ ആക്കി എടുത്തു. അവിടുന്ന് x/y റേഷ്യോ എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ ഏതെങ്കിലും അഡൾട്ടിൽ കൊടുത്ത്, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിൽഡ്രനിലും കൊടുക്കാം. അപ്പൊ y 3 ആണ്. 30 × 3, അവിടെയും 90 തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ വെയിറ്റ് കണ്ടു. ആ ലിസ്റ്റിൽ അഡൾട്ട് എത്ര ഒക്കുപ്പൈ ചെയ്യുന്നു നോക്കി ബാലൻസ് ഉള്ള വെയിറ്റില് നമ്മുടെ ആ വെയിറ്റ് കൊണ്ട് ഒരു കുട്ടിയുടെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 3 വെയിറ്റ് ഉള്ള 10 കുട്ടികളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്താ? എ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമംഗ് ABC in the ratio 4:3:6. If the share of C is 600 more than B, then how much amount will A get more than B? Okay, ഞാൻ ആ റേഷ്യോ എടുത്തൊന്ന് എഴുതുകയാണ്.
A is to B, A is to B is to C എന്ന് പറയുന്നത് 4 is to 3 is to 6. ഓക്കെ, ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞ ഇഫ് ഷെയർ ഓഫ് C is 600 more than A, സിയുടെ ഷെയർ ബി യെക്കാട്ടും 600 കൂടുതലാണ്. റേഷ്യോയില് നോക്കിയേ, റേഷ്യോയില് ബി യെക്കാളും സി എത്ര കൂടുതലാണ്? 3 കൂടുതലാണ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിലെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? 600 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 ആയിരിക്കും. അതായത് എങ്ങനെ? 600 by 3 equal to 200. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ഹൗ മച്ച് എമൗണ്ട് വിൽ എ ഗെറ്റ് മോർ ദാൻ ബി? ബി യെക്കാളും എക്ക് എത്ര കൂടുതൽ കിട്ടുന്നു? എത്ര കൂടുതൽ കിട്ടുന്നു? ബിയുടെ 3 ആണ്, എയുടെ 4 ആണ്. 1. ആ 1ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 1 ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ തന്നെ കിട്ടിയത്. ഓക്കെ, അതേസമയം ഇവിടെ 2 ആണ് ഡിഫറൻസ് എങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മള് 2 into 200 എന്ന് എഴുതിയേനെ. ഓക്കെ, അപ്പോ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 200 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ? The ratio of PQR is 2:5:7. If their sum is 840, then what is the difference between P and R? മറ്റൊരു എളുപ്പമുള്ള ചോദ്യമാണ്. എങ്ങനെയാണ്? നമ്മൾ ആദ്യം റേഷ്യോ എടുത്തിരുന്നു PQR. ഓക്കെ, 2:5:7 ആണ്. ഓക്കെ, ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത്, അതായത് ഈ വാല്യൂസ് PQRന്റെ സമ്മാണ് 840 എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെയും ആറിന്റെയും ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ റേഷ്യോയ്ക്ക് ഈക്വൽ അല്ലെങ്കിൽ ഈ സമ്മല്ലേ നമ്മുടെ ഈ റേഷ്യോസ് ആയിട്ട് ഇത്രയും പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കില്ല ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ റേഷ്യോയുടെ സം എടുക്കുകയാണ്. 5 + 2 എത്രയാ? 7 ആണ്. 7 + 7 എന്ന് പറയുന്നത് 14 ആണ്. അതായത് 14ന്റെ ഈക്വൽ ആണ് 840 എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതിന്ന് വേണമെങ്കിൽ നമുക്ക് 1 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. 14 ആണ് 840 എങ്കിൽ 1 എന്ന് പറയുന്നത് 840 ഡിവൈഡഡ് ബൈ 14 ആണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 7 കൊണ്ട് 1 2 0. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ 2 വരും. 120/2 എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. ഇനി എന്താ ചെയ്യണം? പിയുടെയും ആറിന്റെയും ഡിഫറൻസ്. പിയുടെയും ആറിന്റെയും ഡിഫറൻസ് എത്രയാണ് ഇവിടെ? 5 ആണ് അല്ലെ? 5 - 2 5. അപ്പം 1 60 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എത്രയാവും? 60 × 5. 6 × 5 30 ആണെങ്കിൽ 60 × 5 എന്ന് പറയുന്നത് 300 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് നമുക്ക് ഒരു സമ്മ് തന്നിരിക്കുന്നത്, ആ സമ്മിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? PQRന്റെ പൈസയുടെ സമ്മാണ്. പൈസയാണെന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെച്ചോളൂ. പൈസയുടെ സമ്മാണ് 840. അത് ഒരാളുടെ കയ്യിൽ 2 ഒരു റേഷ്യോയിലുണ്ട്, ഒരാളുടെ കയ്യിൽ 5ന്റെ റേഷ്യോയിലുണ്ട്, ഒരാളുടെ കയ്യിൽ 7ന്റെ റേഷ്യോയിലുണ്ട്. അപ്പൊ ഇത്രയും സമ്മ് കൂട്ടുമ്പോഴാണ് 840 എങ്കിൽ ഇവര് പിയുടെയും ആറിന്റെയും ഡിഫറൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പിയുടെയും ആറായിട്ട് ഒരു 5 റേഷ്യോയുടെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാലോ. The fourth proportion to 12, 24 and 27 is the same as the third proportion to A and 36. What is the value of A? അതായത് ഫോർത്ത് പ്രപ്പോർഷന്റെ ഫോർമുല എന്താ നമ്മൾ പഠിച്ചത്? ഫോർത്ത് പ്രപ്പോർഷൻ D എന്ന് ഡിനോട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, D = B × C/A. തേർഡ് പ്രപ്പോർഷൻ എന്താ പഠിച്ചത്? C = B²/A. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞ? ഈ തേർഡ് പ്രപ്പോർഷൻ, അതായത് നമ്മുടെ ഡി എന്ന് പറയുന്നത് ഫോർത്ത് പ്രപ്പോർഷനും സി എന്ന് പറയുന്ന തേർഡ് പ്രപ്പോർഷനും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അതായത് D = C എന്നൊരു കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതാണ് സെയിം ആസ് ദ തേർഡ് പ്രപ്പോർഷൻ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള 2 ഇതിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഈക്വൽ ആക്കി എഴുതിക്കൂടെ? ഓക്കെ, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഈക്വൽ ആക്കി എഴുതാം. അപ്പോ ഈ ബി എന്ന് പറയുന്നത് ഫോർത്ത് പ്രപ്പോർഷനിലുള്ളതാണ്. ഫോർത്ത് പ്രപ്പോർഷൻ നമുക്ക് വാല്യൂ ആയിട്ട് തന്നെ അങ്ങ് എഴുതാം. അപ്പൊ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ആവും. അപ്പോ ഇത് എന്ന് പറയുന്നത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഫോർത്ത് പ്രപ്പോർഷന്റെ കേസിൽ വരുന്നത് ഇതെന്താണ്? ഇവിടെ എ ആണ്, ഇതിവിടെ ബി ആണ്. അപ്പൊ നമുക്ക് വാല്യൂസ് വെച്ച് അങ്ങ് എഴുതാം. ഇവിടെ എന്താ? B × C
24 into 27 divided by 12 is equal to a എത്രയാണ്? a b. Okay, b square ആണ് 36 into 36. എയുടെ അവിടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ തന്നെ കൊടുത്തു. ഇനി ഇത് ക്യാൻസൽ ചെയ്താൽ പോരെ? ഓക്കെ, ക്യാൻസൽ ചെയ്യാലോ. അപ്പോ 9 കൊണ്ട് 27 ആണ് 3 ടൈംസ്, 9 കൊണ്ട് 36 4 ടൈംസ് ആണ്. ഓക്കെ, ദെൻ 24 ഉണ്ട് 4 ഉണ്ട്, 6 into 4 24 ആണ്. സോ ഞാൻ ഇത് ക്യാൻസൽ ചെയ്ത് 6. ഓക്കെ, 6 36 ആണ്. അപ്പൊ ഇവിടെ ഒരു 6 വന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? 3 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഈ 3യും ഈ 6ഉം ആയിട്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വന്നു. അപ്പൊ എന്താണ് നിലവിൽ എ എന്ന് പറയുന്നത്? ഈ ഒരു വശത്തേക്ക് പോലെ എ ഈക്വൽ ടു 12 into ബാലൻസ് ഉള്ള 2, 12 into 2 ഈക്വൽ ടു 24. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, 12 into 2 equal to 24. വേറെ ഒന്നുമല്ല, നമുക്കറിയാന്നുള്ള തേർഡ് പ്രപ്പോർഷനും ഫോർത്ത് പ്രപ്പോർഷനും രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A sum of rupees 2500 is distributed among x, y and z in the ratio 1:1/2, 3/4, 5/6. What is the difference between the maximum share and minimum share? Okay, നമ്മൾ ഇതുവരെ എന്താണ് ഒരു ഫ്രാക്ഷൻ വന്നിട്ട് എന്ത് ചെയ്തില്ല? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻ ഒരു 7 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് അത് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ ഫ്രാക്ഷൻ എടുത്ത് എഴുതാണ്. എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്, 1/2, 3/4, 5/6. ഓക്കെ, എനിക്ക് ഈ ഫ്രാക്ഷൻ ഇട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു പാട് പോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ എനിക്ക് ഈ ഫ്രാക്ഷനെ നോർമൽ വാല്യൂസ് ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ 2, 4, 6ന്റെ LCM ഞാൻ നോക്കി. അപ്പൊ ഇതിന്റെ LCM എത്രയാ വരും? നമുക്കൊരു 12 വരെ എടുക്കാം. ഓക്കെ, LCM എന്ന് പറയുന്നത് 2, 4, 6ന്റെ 12 ആണ്. ഓക്കെ, എന്റെ LCM കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ റേഷ്യോവിന് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പൊ 12 into 1/2 ആദ്യത്തേത്, 12 into 1/2 എത്ര വരും? 6 വരും. ഓക്കെ, ദെൻ 12 into 3/4. അപ്പൊ 12 into 3/4 എത്ര വരും? 4ഉം 12ഉം തമ്മിൽ കട്ട് ചെയ്ത് പോയിട്ട് 3 വരും. അപ്പൊ 3 into 3 എന്ന് പറയുന്നത് എത്ര വരും? 9 വരും. ഓക്കെ, നെക്സ്റ്റ് എന്താ? 12 into 5/6. 12 into 5/6. 6ഉം 12ഉം ആയിട്ട് കട്ട് ചെയ്ത് 2 വരും. 2 into 5 10. ഓക്കെ, ഇപ്പൊ നമ്മുടെ നമ്മൾ നോർമലായി ചെയ്യുന്ന ഒരു റേഷ്യോ ആയി അല്ലെ? ഇനി നമുക്ക് എളുപ്പത്തിൽ പറയാം. ഇനി എന്താ? ഇവരുടെ സമ്മാണ് 2500 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവരുടെ സം എത്ര വരും നോക്കിയേ? 19ഉം 16 ആണ്, 25 അല്ലെ? ഇവിടെ 6 + 9 + 10. ഓക്കെ, 6 + 9 + 10 എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. ഈ 25ന് ഈക്വൽ ആണ് 2500, അതായത് into 100 അല്ലെ? അപ്പൊ നമുക്ക് ഇനി എന്താ? മാക്സിമം ഷെയറും മിനിമം ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്ത് ചോദിക്കുന്നത്. മാക്സിമം ഷെയർ എത്ര? 10. മിനിമം ഷെയർ എത്ര? 6. അതായത് ഇവരുടെ ഡിഫറൻസ് എത്ര? 4. 25 into 100 ആണ് 2500. അപ്പൊ 4 into 100 എത്രയായിരിക്കും? 400. ഓക്കെ, വളരെ എളുപ്പമല്ലേ? നമുക്കിവിടെ ഒരൊറ്റ ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഫ്രാക്ഷനിൽ കിടക്കുന്നതിനെ കറക്റ്റ് ഒരു പ്രോപ്പർ റേഷ്യോയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ വരുമ്പോൾ എന്താ? താഴെയുള്ള വാല്യൂസിന്റെ LCM കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sum of rupees X is divided among A, B and C such that the ratio of the shares of A and C is 8:7, that of B and C is 3:2. If the difference between the share of A and B is 240, then what is the value of X? Okay, നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ 2 റേഷ്യോസ് തന്ന അതിനെ കമ്പൈൻ ചെയ്ത് എങ്ങനെ എന്താണ് A:B:C എന്നുള്ള രീതിക്ക് എഴുതും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിലൊരു ചോദ്യമായിട്ട് വന്നേക്കാണ്. നമുക്കൊന്ന് നോക്കിയാലോ. A:B അല്ലെ? ഇപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് A and Cയുടെ റേഷ്യോ ആണ് ആദ്യം. അപ്പോ A:C എത്രയാണ് റേഷ്യോ? 8:7. ദെൻ തന്നേക്കുന്നത് B:C ആണ്,
3:2 ആണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? നമ്മുടെ സി ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് റേഷ്യോ അതിനൊത്ത് എഴുതണം. എങ്ങനെ എഴുതാം? A:C:B. ഓക്കെ, A:C എന്താ? 8:7. ഓക്കെ, B:C ആണ് 3:2 എന്ന് പറയാം. ഓക്കെ, അപ്പൊ C:B എന്തായിരിക്കും? ഇന്നും തിരിച്ചിട്ടാ പോരെ, അതായത് 2:3. ഓക്കെ, ഈ സാധനം അതായത് B:C എന്നുള്ളത് C:B ആവുമ്പോ എന്ന് പറയും 2:3 എന്ന് വരും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടാലി ചെയ്ത് എഴുതാം. എങ്ങനെയാ ടാലി ചെയ്യുക? ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ആദ്യം എയുടെ വാല്യൂ 8 × 2 16. ദെൻ ബിയുടെ സിയുടെ വാല്യൂ ഇവിടെ അല്ലെ, അപ്പൊ 7 × 2 14. ദെൻ ബിയുടെ വാല്യൂ എന്ത് വരും? 7 × 3 21. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്ന ചോദ്യത്തിൽ? അപ്പൊ നമുക്ക് റേഷ്യോ ഇപ്പൊ ടാലി ചെയ്ത് കിട്ടി. ഇനി ചോദ്യത്തിലെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് എ ആൻഡ് ബി ഈസ് 240. അതായത് എയുടെയും ബിയുടെയും ഷെയറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 240 ആണ്. എ ഇതാണ്, ബി ഇതാണ്. ഓക്കെ, അപ്പൊ എത്ര? 21 - 16 എന്ന് പറയുന്നത് എത്രയാ ഡിഫറൻസ് വരിക? 5 അല്ലെ? 5. അപ്പൊ 5 ആണ് എന്തെന്ന് പറയുന്നത്? 240 എന്ന് പറയാം. അപ്പോ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് മണി, അതായത് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടെന്നാണ്. അപ്പൊ ഇത് കൂട്ടിക്ക് എത്ര വരും? ഇതിപ്പം 16ഉം 14ഉം ആണ്. 20 30 51. ഓക്കെ, 51 അല്ലേ? അപ്പോൾ 20 30 + 21 എന്ന് പറയുന്നത് 51 ആണ്. ഇങ്ങനെ 240 / 5 × 51. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാലോ നമുക്കാരെ 240. അപ്പൊ എന്താണ്? 4 ടൈംസ് ആവുമ്പം 20, പിന്നെ 8 ടൈംസ് ആകുമ്പോൾ 40. വൺസ് ഡിജിറ്റ് നോക്കിയാൽ പോരെ? നോക്കിയാൽ മതിയല്ല. 8 × 1 എത്രയാണ്? 8. അപ്പൊ വൺസ് ഡിജിറ്റ് 8 വരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്, ഡി ആണ്. സോ ഓക്കെ, വൺസ് ഡിജിറ്റ് 8 വരുന്നത് ഡി ഓപ്ഷൻ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തൊന്ന് നോക്കൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The monthly income of X and Y are in the ratio of 4:3 and their monthly expense are in the ratio of 3:2. However, each saves 6,000 per month. What is their total monthly income? Okay, എങ്ങനെയാണ്? എക്സും വൈയും ഉണ്ട്. ഓക്കെ, എക്സും വൈയും ഉണ്ട്. അവരുടെ ഇൻകത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3. അവരുടെ എക്സ്പെൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഇനി ഇവർ രണ്ടൊരു 6,000 രൂപ ഒരുപോലെ സേവ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവര് നോക്കിയേ, നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ ഇവർ എത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇപ്പം വൈ എന്ന് പറയുന്ന ആള് 3 രൂപ ഇൻകത്തില് 2 രൂപ എക്സ്പെൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, ചിലവാക്കുന്നുണ്ട്. അപ്പൊ 1 സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യണോ? നമുക്ക് റേഷ്യോ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വരണ്ടേ? അപ്പം എക്സ് എന്ന് പറയുന്ന ആള് 4 രൂപ സമ്പാദിക്കുന്നുണ്ട്, 3 രൂപ ചിലവാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെയും അയാൾ 1 രൂപയാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്ഥലത്തിന്റെ ഓരോ രൂപ സേവിങ്സ് എന്താണ്? ഈക്വൽ സേവിങ്സ് ആയിട്ട് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഈ 1 ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 6,000 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? their total monthly income, അതായത് 4ഉം 3ഉം ഇതിന്റെ സം എത്ര വരും? 7 വരും. 7 എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 6,000 × 7 എന്ന് പറയുന്നത് 42,000. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ 7ന്റെ മൾട്ടിപ്പിൾ നോക്കിയാലും മതിയായിരുന്നു, പക്ഷെ ഓപ്ഷനിലെല്ലാം 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതേണ്ടി വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് 2 employees ഈസ് 7:4 income. The ratio of their expenditure is 3:1. Expenditure 3:1. Manages, if each of them manages to save 4,800 per month, find the sum of their monthly income. Okay, ഇവരുടെ സേവിങ്സ് രണ്ടുപേരും ഒരേ എമൗണ്ട് ആണ് സേവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം റേഷ്യോയിൽ അങ്ങനെയാണോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 - 1 എത്രയാണ് വരുന്നത്? 3 ആണ്. ഇവിടെ 7 - 3 4 ആണ്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ അത് ശരിയാവത്തില്ലല്ലോ. ഇവര് രണ്ടുപേരും ഒരേ പൈസ സേവ് ചെയ്യുന്നു എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു
ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റേഷ്യോ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നുള്ള എളുപ്പം തന്നെയാണ്. ഇവരുടെ ഡിഫറൻസ് എടുക്കുക. അതായത് 7-ന്റെയും 4-ന്റെയും ഡിഫറൻസ് എത്രയാണ്? 3. 3-യുടെയും 1-ന്റെയും ഡിഫറൻസ് എത്രയാണ്? 2. ഓക്കെ, ഇനി ഇവരെ മൾട്ടിപ്പിൾ ചെയ്യാന്നുള്ള 3യെ ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പൊ എക്സ്പെൻസ് എന്ന് പറയുന്നത് 9ഉം 3യും ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്നാ 2നെ മുകളിലേക്ക് 7 into 2 എന്ന് പറയുന്നത് 14ഉം 4 into 2 എന്ന് പറയുന്നത് 8ഉം ആണ്. ഓക്കെ, അപ്പൊ ഇനി ഡിഫറൻസ് നോക്കി, ഇത് 5ആണ്, ഇവിടെയും 5ആണ്. ഓക്കെ, നമ്മുടെ സേവിങ്സ് സെയിം ആയിട്ട് കിട്ടിയില്ലേ? ഇനി ഇതാണ്, ഇനി നമ്മുടെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ അല്ല, റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിനങ്ങ് മറന്നേക്കാം. ഇനി നോക്കൂ, നമ്മുടെ സേവിങ്സ് കറക്റ്റ് സെയിം ആക്കി കിട്ടി. അപ്പൊ ഇവിടെ സേവിങ്സ് എത്രയാ? 4800. അതായത് 5ന് ഈക്വൽ ആണ് 4800 എങ്കിൽ സം ഓഫ് മന്ത്ലി ഇൻകം എത്ര? ഇതാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. എത്രയാണ്? 14 + 8 അല്ലെ? അപ്പൊ എത്ര വരും? 6ഉം കൂടെ ആകുമ്പോൾ 22. സിമ്പിൾ ആയിട്ട് 11ന്റെ മൾട്ടിപ്പിൾ നോക്കാം. പക്ഷെ ഇവിടെ 2 എണ്ണം 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. നോക്കാം, 4800 ഡിവൈഡ് ബൈ 5 into 21. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നത് എത്ര വരും? എ ഓപ്ഷൻ ആയിരിക്കും വരിക. ഇപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് 11ന്റെ മൾട്ടിപ്പിൾ നോക്കാമായിരുന്നു. അപ്പോ ഇവിടെ ഓപ്ഷൻ എയും ഡിയും 11ന്റെ മൾട്ടിപ്പിൾ ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ എയും ഡിയും ആണെന്ന് തോന്നുന്നു. 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വരിക. അപ്പൊ 2 ഓപ്ഷനില് 11ന്റെ മൾട്ടിപ്പിൾ വരുന്നത് കൊണ്ട് നമ്മൾ എന്താ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ പഠിച്ചൊരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചൊരു ചോദ്യമാണ്, പക്ഷെ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് ജിതേന്ദ്ര ആൻഡ് നരേന്ദ്ര ഈസ് 4:7. അപ്പം ജിതേന്ദ്ര നരേന്ദ്ര എന്താണ്? 4:7 ആണ് എന്തെന്ന് പറയുന്നത്? അവരുടെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 6:5 ആണ്. ഓക്കെ, ഇതില് ഇഫ് ജിതേന്ദ്ര സേവ്സ് 400 ഔട്ട് ഓഫ് 2800 ഇൻകം, അതായത് ജിതേന്ദ്ര 2800 രൂപ ഇൻകം ഉണ്ട്, അതിൽ 400 രൂപ സേവ് ചെയ്യുന്നുണ്ട് എങ്കിൽ നരേന്ദ്രന്റെ സേവിങ്സ് എത്ര എന്നുള്ളതാണ്. ഓക്കെ, നോക്കിയേ, ഇത് 2800, 4, അതായത് ജിതേന്ദ്രന്റെ 4 ആണ് 2800 എന്ന് പറയുന്നത്. ഓക്കെ, 2800. ഓക്കെ, 4ന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2800 കിട്ടും? ഇൻറ്റു 700 അല്ലെ? ഓക്കെ, അതുപോലെ ഇവിടെയും 700 കൊടുക്കാമല്ലോ. അപ്പൊ എന്താ? 4900. ഇനി എന്താ പറയുന്നത്? ജിതേന്ദ്രൻ 400 രൂപ സേവ് ചെയ്യുന്നുണ്ട് അല്ലെ? 400 രൂപ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2400 ആയിരിക്കൂലേ? ഓക്കെ, 2400 എക്സ്പെൻഡിച്ചർ ചെയ്താലല്ലേ അയാൾക്ക് 400 രൂപ സേവ് ചെയ്യാൻ പറ്റൂ. അപ്പോ 6 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 2400 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 6ന്റെ കൂടെ ഏത് വാല്യൂ ഇൻഡ്യൂ ചെയ്താലേ നമുക്ക് 2400 കിട്ടുക? ഒരു 400. അപ്പൊ അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? ഒരു 400 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക. എത്ര കിട്ടും? 2000. ഇനി സേവിങ്സ് കണ്ടപ്പോ നരേന്ദ്ര 4900 നിന്ന് 2000 രൂപയാണ് ചെലവാക്കുന്നത്. ബാക്കി എത്ര രൂപ സേവ് ചെയ്യും? 2900. 2900 ആയിരിക്കും നമ്മുടെ നരേന്ദ്ര സേവ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ്. മനസ്സിലായോ? അടുത്തൊരു ചോദ്യം ചെയ്യാലോ. ടോട്ടൽ എമലൂവ്മെന്റ് ഓഫ് 2 persons are the same, but one gets allowance to the extent of 65% of his basic pay and the other gets allowance to the extent of 80% of his basic pay. The ratio of basic pay of the former to the basic pay of the latter is. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ ബേസിക് പേ എന്ന് പറയുന്നത് എക്സ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ബേസിക് പേയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? വൈ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ സാലറിയുടെ കാര്യം രണ്ടുപേരുടെ ഇതാണ് പറയുന്നത്. സെയിം എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ വരും? അപ്പൊ ആദ്യത്തെ ബേസിക് പേ പിന്നെ അതിന്റെ ഒരു 65%. ഓക്കെ,
ദെൻ രണ്ടാമത്തെ പേയും അതിന്റെ 80%. ഓക്കെ, 80%. ഇതൊന്ന് നേരെ ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും? 165 x by 100. ദെൻ ഇവിടെ 180 by 100 y. ഓക്കെ, ക്യാൻസൽ ചെയ്യാലോ. ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്യുക. x by y എന്ന് പറയുന്നത് എത്ര വരും? 180 by 165 ആയിരിക്കും വരിക. ഓക്കെ, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 3 times 15, 30, 36. ഓക്കെ, ദെൻ 5 times ഇവിടെ ആവുമ്പം 3 times എന്ത് വരും? 15, then 3. ഓക്കെ, അപ്പൊ എന്തായാലും 11 താഴെ വരും. 11 വരുമെങ്കിൽ 12:11 വേണമെങ്കിൽ 3 കൊണ്ട് എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 12, 11, 11, 12:11 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറയുക. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു ബേസിക് പേ എന്ന് പറയുന്നത് 65% ബേസിക് പേയിൽ നിന്ന് കൂടി എന്നുള്ള ഒരു കാര്യവും 80% ബേസിക് പേയുടെ കൂടി എന്നല്ല, എന്താണ് 80% ബേസിക് സൈഡ് 80% അലവൻസ് കൂടി എന്നുള്ള ഇതാണ് പറയുന്നത്. എങ്കിൽ അവരുടെ ബേസിക് പേയുടെ എന്താണ് റേഷ്യോ എത്ര എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നോക്കാലോ. ഓക്കെ, ദ മന്ത്ലി ഇൻകം ഓഫ് പീറ്റർ ആൻഡ് പൗൾ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 4:3. ദർ എക്സ്പെൻസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഇഫ് each says 6,000 at the end of the month, their monthly income respectively. ഓക്കെ, നമ്മളിത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്കൊന്ന് നോക്കിയാലോ. പീറ്ററും ഉണ്ട്, പൗളും ഉണ്ട്, പോളും ഉണ്ട്. ഓക്കെ, അവരുടെ ഇൻകം എന്ന് പറയുന്നത് 4:3 ആണ്. ദെൻ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ 3:2 ആണ്. രണ്ടുപേരും 6,000 രൂപ വീതം സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ സേവിങ്സ് നോക്കിയാലോ. ഇവരുടെ ഡിഫറൻസ് എത്ര? 1 ആണ്. ഇവരുടെ ഡിഫറൻസും 1 ആണ്. അപ്പൊ നമുക്ക് എളുപ്പമായില്ലേ. ഒന്നെന്ന് പറയുന്നതാണ് 6,000 എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഇൻഡിവിജ്വൽ സാലറി നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പൊ 4 into 6,000 എന്ന് പറയുന്നത് 24,000 ആണ്. 3 into 6,000 അല്ലെ. 4 എന്ന് പറയുന്നത് into 6,000 24,000 ആണ്. 3 into 6,000 എന്ന് പറയുന്നത് 18,000 ആണ്. ഓക്കെ, ഓപ്ഷൻ എ. ഇത്രയും പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സാംസിന് ചോദിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഫൈനലി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ടോപ്പിക്ക് നിർത്താം. ഓക്കെ, എന്താണ്? ജെ ആൻഡ് വിജയ് സ്പെൻഡ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് മണി ടു ബൈ സം പെൻസ് ആൻഡ് സ്പെഷ്യൽ പെൻസിൽസ് ഓഫ് ദ സെയിം ക്വാളിറ്റി from the same store. If Jay bought 3 pens and 5 pencils and Vijay bought 2 pencil and 7 pencils, then which one of the following is correct എന്ന് പറയുന്നത്. ഓക്കെ, ജയും വിജയും നിന്ന് ഈക്വൽ എമൗണ്ടിലാണ് വാങ്ങുന്നത്. അപ്പൊ ഇവർ എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാലും ഇവരുടെ കയ്യിലുള്ള പൈസ സെയിം ആണ്. ഇവിടെ ഞാൻ പെന്നിന് X എന്ന് എടുക്കുന്നു, പെൻസിൽ Y എന്ന് എടുക്കുന്നു. അതായത് ഇപ്പൊ ജയ് 3 രൂപയുള്ള 3 പെൻസിൽ വാങ്ങിച്ചു. അതുപോലെ Y രൂപയുള്ള 5 പെൻസിലും വാങ്ങിച്ചു. അപ്പോൾ 3x + 5 എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ജെയ്ക്ക് എന്താണ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ വിജയ് എന്ന് പറയുന്നത് 2 പെൻസ് വാങ്ങിച്ചു. അപ്പൊ 2 പെൻ ആകുമ്പോൾ ഒരു പെന്നിന് X ആണെങ്കിൽ 2 പേനയ്ക്ക് എത്ര? 2x ആയിരിക്കും. അതുപോലെ പെൻസിൽ Y ആണെങ്കിൽ ഒരു പെൻസിലിന്റെ വില Y ആണെങ്കിൽ 7 പെൻസിലിന്റെ വില 7y ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ വിജയുടെ എന്താണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജെയുടെ എക്സ്പെൻസ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവർ സ്പെൻഡ് ചെയ്ത മണി ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ നടുക്ക് ഈക്വൽ ടു സിമ്പിൾ കൊടുത്തത്. ഇനി ഇവിടുന്ന് x/y റേഷ്യോ നമുക്ക് എടുത്തൂടെ? ചെയ്യാലോ. ഇപ്പം 3x ഉണ്ട്, 2x ഇപ്പുറത്തോട്ട് വരുമ്പോൾ ബാലൻസ് x ആണുള്ളത്. ദെൻ എന്താണ് 7y ഇവിടെ ഉണ്ട്, 5y ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 2y ആണ്. അതായത് ഒരു പെന്നിന്റെ വില എന്ന് പറയുന്നത് പെൻസിലിന്റെ 2 times ആണ് അല്ലെ. ഒരു പെന്നിന്റെ വില എന്ന് പറയുന്നത് പെൻസിലിന്റെ വില 2 times ആണ്. ഇപ്പം പെൻസിലിന് 1 രൂപയാണെങ്കിൽ പേനയ്ക്ക് എത്രയായിരിക്കും? പേനയ്ക്ക് 2 രൂപയായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടോ നോക്കിയേ. ഉണ്ടല്ലോ. The price of a pen is 2 times the price of a pencil. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Okay, next question എന്താണ്? The seat of maths, English, chemistry in a school are in the ratio of 6:1 maths, English, chemistry. എന്താണ് റേഷ്യോ എന്ന് പറയുന്നത്? 6:4:7. ഓക്കെ, ഈ റേഷ്യോയിലാണ് പോകുന്നത്. ഇനി ഇവരുടെ സീറ്റുകൾ എന്താണ് ഇൻക്രീസ് ചെയ്തു. എങ്ങനെ? 20%, 40% and 60% റെസ്പെക്റ്റീവ്ലി. The ratio of increased seat. Okay, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇൻക്രീസ് 20, 40, 60% വീതം കൂടിയ സീറ്റുകൾ എത്രയാണ്, അതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇവിടെ ഉള്ള വാല്യൂസ് എന്താ? എനിക്കൊരു 6, 4, 7 അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് പെർസെന്റേജ് ഇക്വേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചെയ്യാൻ കുറച്ച് പാടുപോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 10 കൊണ്ട് ഞാൻ എല്ലാരെയും ഒരുപോലെ അങ്ങ് മൾട്ടിപ്പിൾ ചെയ്യാണ്. റേഷ്യോ അല്ലേ, ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ അത് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ കൊടുക്കുമ്പോൾ അത് ടാലി ആയിപ്പോ. അപ്പൊ ഞാൻ ഒരു 10 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്പിൾ ചെയ്തു. ഇനി എനിക്ക് ഇവരുടെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. അപ്പൊ 20% എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 20% 1/5 ആണ് അല്ലെ. 1/5. അടുത്ത 40 ആണെങ്കിൽ 2/5. 60 ആണെങ്കിൽ 3/5. ഓക്കെ, 60ന്റെ 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 × 1/5 12 ആണ്. അപ്പൊ 12 ആണ് കൂടിയത്. അപ്പൊ 60 + 12 എന്ന് പറയുന്നത് എത്ര വരും? 72 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് 40യുടെ 2/5. ഓക്കെ, 5ഉം 40 ആയിട്ട് 8 ആണ്. 8 × 2 16 ആണ്. അപ്പോൾ നമ്മുടെ 40യിൽ 16 സീറ്റുകളാണ് കൂടുന്നത്. ദാറ്റ് ഈസ് 56. നെക്സ്റ്റ് 70യുടെ 3/5 ആണ്. ഓക്കെ, 70യുടെ 3/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 70 3/5 അല്ലെ. 5 കൊണ്ട് എത്ര? 14 ടൈംസ്. ഓക്കെ, ദെൻ 14 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. അപ്പൊ പ്ലസ് 42 എത്ര വരും? 112 ആണ്. എന്താണ്? കറസ്പോണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമുക്കിവിടെ വളരെ സിംപ്ലസ്റ്റ് വാല്യൂലാണ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെയും സിംപ്ലസ്റ്റ് വാല്യൂലാക്കുമല്ലോ. ഇതെല്ലാം ഒന്ന് 8 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9 ടൈംസ്, ദെൻ 7 ടൈംസ്. ഓക്കെ, ദെൻ ഇത് എത്ര വരും? 1 ടൈം ആണ്. ദെൻ 14. ഓക്കെ, ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ ഇവിടെ നമ്മൾ പുതുതായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ റേഷ്യോയില് നമ്മളൊരു വാല്യൂ അങ്ങോട്ടേക്ക് കൊടുത്തു. അതായത് 10 കൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തു. എന്തിനു മൾട്ടിപ്പിൾ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ. അതാണ് എളുപ്പമാർഗം. ഇത് അല്ലാതെ നമ്മളിപ്പോ 6 കൊണ്ട് 4 കൊണ്ട് 7 കൊണ്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുക? പോയിന്റ് വാല്യൂസ് ഒക്കെ വരും. അത് നമ്മുടെ കണക്ക് കുറച്ചും കൂടെ എന്താണ് കാൽക്കുലേഷൻ ആക്കും, ഇല്ലെങ്കിൽ കൺഫ്യൂസിങ് വേയിലോട്ട് കൊണ്ടുവരും. അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതുവരെയാണ്. ഇതിൽ നമ്മുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക് ആയിട്ട് കാണാം. താങ്ക് യു.